പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. നമസ്കാരം. നാടകം അരങ്ങിൻ്റെ ജ്വലനമാണ്. അനീതിക്കും അധർമ്മത്തിനുമെതിരെ പ്രതികരിക്കുവാൻ, പ്രേക്ഷകനുമായി നേരിട്ട് സംവദിക്കുവാനുള്ള ജൈവ കല. ലോകമുള്ളിടത്തോളം നാടകമുണ്ട്. ലോക മലയാള നാടക പ്രേമികൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു പേരുണ്ട്, പ്രദീപ് റോയ്. നടനായും സംവിധായകനായുമൊക്കെ അരങ്ങിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ച് പ്രിയങ്കരനായവൻ. ഇന്ന് ചാനൽ 91 ന്യൂസ് ഒരു ഭാഗ്യദിനമായി കരുതുന്നു. നോർത്ത് പറവൂരുള്ള പ്രദീപ് റോയ് സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ഫുൾ ക്രൂസ് ഉണ്ട്. നാടകവിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ ചോദ്യങ്ങൾ ഒരുപക്ഷെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, എങ്കിലും ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട്. സാർ, ഈ 2 വർഷക്കാലമായി അങ്ങയെപ്പോലെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് നാടകത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്? ആരെങ്കിലും ഒഴിവാക്കുന്നതാണോ, സ്വയമേ മാറിയതാണോ? എന്നെ നാടകം ചെയ്യാൻ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ശാരീരികമായ ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് നടക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയൊക്കെ ഞാൻ ഒഴിവാക്കുവാണ്. 2 വർഷമായിട്ട് യാത്രയില്ല. നമ്മൾ നാട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നാടകം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഒരു നാടകം ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ചില ബെൽറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ബെൽറ്റിലൊന്നും ഞാൻ ലോബി അതിലൊന്നും ഞാനില്ല. അങ്ങനെ ഉണ്ടല്ലേ, ലോബികളുണ്ട്? അല്ല, ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും വരുന്ന രണ്ടുപേർ തമ്മിൽ അവരുടെ കെമിസ്ട്രി ശരിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ തന്നെ വിളിക്കും നാടകം ചെയ്യാനായിട്ട്. അത് സ്വാഭാവികമാണത്. അപ്പോൾ ഞാനുണ്ടായിരുന്ന ദോഷമല്ലേ ചെയ്യുന്നത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാനുണ്ടായിരുന്നപ്പോൾ ഞാൻ ചില ആളുകളുമായിട്ട് ഭയങ്കരമായിട്ട് അനിൽ ബാസുമായിട്ട് ഞങ്ങൾ ചെയ്ത നാടകങ്ങളെല്ലാം ഹിറ്റായിരുന്നു. ചാർലി ചാപ്ലിൻ, സുഭാഷ് ചന്ദ്രബോസ്, മറ്റേ ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ഹിറ്റ് നാടകങ്ങൾ, ഇതൊക്കെ ചരിത്ര നാടകങ്ങളാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലോബിയാണ്. പുള്ളിയെ വേറെ ആരുമായിട്ടും ചെയ്തിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരാൾ 2 പേര് തമ്മിലൊരു നാടകം ഹിറ്റായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത പ്രൊഡ്യൂസർ അങ്ങനെ വിളിക്കും. അപ്പം അങ്ങനെ ഒരു മെയിൻ സമിതികളൊക്കെ ഞാൻ ചെയ്ത സമിതികൾ തന്നെയല്ല, അതെല്ലാം ഇങ്ങനെ ഇവരുടെ കയ്യിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ പുതിയ പുതിയ ആളുകൾ വരണമല്ലോ, അങ്ങനെയല്ല ഞാനും വന്നത്. സാർ, ഈ ലോബിയെക്കുറിച്ച് എന്തായാലും ഗൗരവമായി തന്നെ പറയാനുണ്ട്. പരീക്ഷണ നാടകങ്ങൾ മലയാള നാടകവേദിയിൽ വിജയിപ്പിച്ച ഒരു സംവിധായകരാണ് പ്രദീപ് റോയ്. അതെ, അങ്ങനെ പറയാം. അങ്ങനെ പറയുകയല്ല സാർ, അതൊരു സത്യം കൂടിയാണ്. അല്ല, അത് ധൈര്യപൂർവ്വം ഇങ്ങനെയൊരു പരീക്ഷണം നാടകവേദിയിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകവേദി നമുക്കറിയാം, ഉത്സവ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ നാടകത്തെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അവരുടെ സ്വഭാവ രീതി നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഇത്തരം ധൈര്യപൂർവ്വം ഒരു പരീക്ഷണം നടത്താൻ ഏത് ദിവസത്തിലാണ് സാറിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉദിച്ചത്? അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉള്ളതാണ്. അതായത് ഈ ബഹളമില്ലാത്തൊരു നാടകം, സമാധാനമായിട്ടിരുന്ന് കാണാവുന്നൊരു നാടകം, അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക, ഓവർ കണ്ണിനും കാതിനും ഒന്നും ഇറിറ്റേഷൻ ഉണ്ടാക്കാതെ വെറുതെ മ്യൂസിക്കും ലൈറ്റും ഒക്കെ ചെയ്യുന്ന ഒരു നാടകം, അത് പണ്ടേ മനസ്സിലുള്ളതാണ്. അത് അങ്ങനെ പല നാടകങ്ങളും നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങി. എനിക്ക് സ്വന്തം സമിതി ഉണ്ടായിരുന്നു, അരുണ കമ്മ്യൂണിക്കേഷൻസ്, ഋഷഭാവൻ ഞാനും കൂടി ചെയ്തു. ചെയ്ത നാടകങ്ങളൊക്കെ രാജാരവിവർമ്മയൊക്കെ ഞങ്ങൾ ചെയ്ത. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മളങ്ങനെ ഒരു സാധാരണ ലൈറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ആർട്ടിസ്റ്റുകൾ മുഖം കാണുന്ന ലൈറ്റ് ഇന്നതില്ല എന്നൊക്കെ നമുക്ക് ഭയമുണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ നാടകത്തെ വിമർശിക്കാൻ. അല്ല, ഭയമല്ല, അത് ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ തരംഗം വരുമല്ലേ. അപ്പം നമ്മളത് അംഗീകരിച്ച് കൊടുക്കുക, അല്ലാണ്ട് എനിക്ക് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഇത്തരം ബഹളം വേണോ നാടകത്തിന് എന്നൊരു ചോദ്യമുണ്ട് എനിക്ക്.
അതെല്ലാവരോടും. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോഴത്തെ പുതിയ ആളുകളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ളത് ഇത്രയും ഒരു ബഹളവും കാര്യങ്ങളും വേണം. ജനം അത് ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു വിഷയമാണ്. കാരണം ജനം ആഗ്രഹിക്കാത്ത സമയത്താണ് ഞാനൊരു ബഹുളരത്ത നാടകം ചെയ്തതും ഹിറ്റായതൊക്കെ. അതൊരു കാലഘട്ടം. ആ കാലത്ത് അത് ഏൽക്കുമായിരുന്നു. ഇനിയും ഏൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനമില്ല. അവർക്ക് നല്ലത് കണ്ടാൽ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണം. അതൊരു കോമഡി ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നല്ല. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന നാടകത്തിൽ കോമഡിയേ ഇല്ല. സുഭാഷ് ചന്ദ്രബോസ് നാടകത്തിൽ കോമഡി ഇല്ല. ഈ ജനം ഏറ്റെടുത്തു. 2 വർഷം മറ്റു പല രാജ്യങ്ങളിലും ആ നാടകങ്ങൾ ചർച്ചയായി. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് പരീക്ഷിക്കണം. നിർമ്മാതാവ് കൂടി വിചാരിക്കണ്ടേ? അതാണ് പ്രശ്നം. അതാണ് കാരണം അന്ന് 350 നാടകം 400 നാടകത്തിനടുത്ത് കടിക്കുമായിരുന്നു ഒരു സീസൺ. ഇന്നത് 100-ൽ താഴെയായി ചുരുങ്ങിയിരിക്കുന്നു. അതെ, മാക്സിമം കളിക്കുന്ന 150 നാടകം. അതിൽ 50 എണ്ണം ഈ എന്താ പറയുക മേളകളാണ്. ചെലവിന് ഒരു പൈസ. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നാണ് അത്രയും പൈസ കുറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ എന്താ വിചാരിക്കുന്ന, സാധാരണ ജനത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കോമഡിയും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പക്ക ഒരു കൊമേഴ്സ്യൽ, ഒരു വാണിജ്യവൽക്കരണം എന്ന് പറയില്ല, അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു നല്ലൊരു പ്രൊഡ്യൂസർ വന്നിട്ട് നല്ലൊരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല ഇപ്പോൾ. ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. എന്ത് റിസ്ക് എടുത്തിട്ടും എവിടെ പോയി. ഇത് ഒരു പുതിയ വിപ്ലവം കൂടിയാകട്ടെ. പ്രദീപ് റോയ് എന്ന നാടക സംവിധായകൻ ഇവിടെ നോർത്ത് പറവൂരിൽ തന്നെയുണ്ട്. നല്ലൊരു നാടകം ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ ഇവിടെ എത്താം. മലയാള നാടകവേദിയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയവും മനസ്സും തയ്യാറാണ്. സാർ, ഈ 10 മണി കഴിഞ്ഞ് വിളക്കണയ്ക്കാൻ പറയുന്നു, എന്തൊരു നീതിയാണ് സാർ? ഇതിനെക്കുറിച്ച് എന്താണ് ഇവിടെയുള്ള സാഹിത്യ നായകന്മാരും എഴുത്തുകാരുമൊന്നും ശബ്ദിക്കാത്തത്? അവർക്ക് പിന്നെ എങ്ങനെ ജീവിക്കും? ഈ സാഹിത്യകാരന്മാരും ഈ പറഞ്ഞ അവർക്കൊന്നും ഈ 10 മണിക്ക് ശേഷം അവർക്ക് ഈ നാടകം കാണേണ്ട ആവശ്യമില്ല. അവർ നാടകം കാണുന്നില്ല. അതാണ് എൻ്റെ വിഷയം. അവർക്ക് വേറെ വലിയ വീടുകളുണ്ട്, അവർക്ക് വേറെ മേഖലകളുണ്ട്, അവർക്ക് പേര് നിലനിർത്താനും അവാർഡുകൾ വാങ്ങിക്കാനും ഒക്കെ അവർക്ക് വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഈ അമ്പലപ്പറമ്പിലെ നാടകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗാനമേളയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ മ്യൂണിസിപ്പാലിറ്റിനെ കുറിച്ചോ ബാലയെക്കുറിച്ചോ ഒന്നും അവർക്ക് ബോധറേഷൻ ഇല്ല. ആകെ ബോധേഡായിട്ടുള്ള ഈ കലാകാരന്മാരാണ്. ഇതിനകത്തുള്ള കലാകാരന്മാർക്കാണ് ബോധറേഷൻ ഉള്ളത്. പക്ഷെ ആ കലാകാരന്മാരുടെ ശബ്ദത്തിന് ഒരു വിലയില്ല ഇപ്പോൾ. സാർ, 100 നാടകങ്ങൾ അഭിനയിച്ചാൽ 2000 രൂപ വെച്ച് 2 ലക്ഷം രൂപ ഒരു സീസണിന് കിട്ടുന്നത്. അതിന് 80,000 രൂപ ചെലവിന് പോയി കഴിഞ്ഞാൽ 1,20,000 രൂപ. ഈ 1,20,000 രൂപ കൊണ്ട് വേണം ഒരു വലിയ കുടുംബം കഴിയാൻ. അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ. സത്യത്തിൽ ഈ ഒരു നിയമം കോടതിയെ വിമർശിക്കുകയല്ല, അങ്ങനെ കരുതുകയും വേണ്ട. ഈ കലാകാരൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പരിപാടിയല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ഇപ്പോൾ പലപ്പോഴും സംഘടന മുഖ്യമന്ത്രിയെ തന്നെ കണ്ടിട്ട് ഒരു വേതനം കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. സാർ, ഇവിടെയുള്ള സാർ നേരത്തെ ഞാൻ ഇടപെടുന്നതിൽ അങ്ങ് ക്ഷമിക്കണം, എനിക്കൊരു ആത്മരോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെയുള്ള ഈ സാഹിത്യ നായകന്മാരും ഈ വലിയ മന്ത്രിമാരും ഒക്കെ ഇടപെട്ട് ഈ നിയമം മാറ്റി ഈ 10 മണിക്ക് ശേഷം നിയമപാലകർ അവിടെ ചെന്ന് നിന്ന് ഈ കലാപരിപാടികൾ വിജയിപ്പിക്കണമെന്ന് പറയുവാൻ എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നാടകത്തിന് ആവശ്യമുണ്ടൊരു കാലം, നാടകവും കഥാപ്രസംഗവും ആവശ്യമായ ഒരു കാലമുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക്. ആ കാലത്ത് ഇവർക്കെല്ലാം ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം കഴിഞ്ഞു, അവരുടെ കയ്യിലായി, ഭരണം അവരുടെ കയ്യിലായി, അല്ലെങ്കിൽ അധികാരം അവരുടെ കയ്യിലായി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവർക്ക് ഈ നാടകക്കാരെയും കഥാപ്രസംഗക്കാരെയും ഉദ്ധരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല ഇവരൊക്കെ വിമർശിക്കുന്നു, അതൊരു വിഷയമാണ്. പഴയ പോലെ ഇല്ല. മുമ്പ് എങ്ങനെയും വിമർശിക്കാമായിരുന്നു. പണ്ട് MT വിഗ്രഹത്തിൽ തുപ്പുന്നൊരു സീൻ എടുത്തെങ്കിൽ ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന നാടകത്തിനും ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മതത്തെ വിമർശിക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല. അറിയാമല്ലോ ഈശ്വരൻ അറസ്റ്റിൽ നാടകത്തിൻ്റെ അവസ്ഥയൊക്കെ അറിയാം. എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയുന്നതിന് പരിധിയുണ്ട്. പക്ഷെ എന്നാലും ചില കുത്തുകൾ കൊള്ളുന്നു എന്നുള്ളത് ബോധ്യം അവർക്കുണ്ട്. നാടകത്തിലൂടെ മാത്രമേ സംഭവിക്കൂ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സിനിമ പറയുമോ? ഇല്ല, ഒരിക്കലും ഒരു സിനിമയും പറയില്ല. ഒരു സന്ദേശം നൽകുന്നുമില്ല, ഒന്നുമില്ല.
ആകെ ചില നാടകങ്ങൾ സാറി പറഞ്ഞ പോലെ ചില നാടകങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് വല്ലാതെ നിറയാറുണ്ട് എപ്പോഴും. ഇങ്ങനെ ഒരു കല വേറെ ലോകത്തുണ്ട്. ഇതൊരു ജൈവ കലയല്ലേ, ഇതിൽ വേറെ ഗിമ്മിസൊന്നുമില്ല. ഇല്ല, ഒരുത്തന്നെ സ്റ്റേജിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനത് കൃത്യമായിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച് തിരിച്ചു വരണം ഇല്ലേ. അങ്ങനെ 2 മണിക്കൂർ നേരം ഭയങ്കര ലൈവായിട്ട് നിന്ന് ചെയ്യുന്നൊരു കലയാണത്. അല്ലാണ്ട് ഇവിടെ ഡബിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, റീടേക്കുകളില്ലാത്ത 170 പല നാടകങ്ങളുടെ സംവിധാനം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള നാടകവേദിയിൽ അങ്ങനെ ഒരു സംവിധായകൻ വേറെ ഇല്ല എന്ന് തന്നെ ഉണ്ടാവും, എങ്കിലും ചുരുക്കം പേരാണ്. നിരവധി ഏകദേശം 5-6 സമിതികളിൽ ഉള്ള അഭിനയം, തെക്ക് വടക്ക്, ഇങ്ങനെ നാടകത്തിൻ്റെ ഒരു വസന്തകാലമായിരുന്നു അത്. ഓർത്തെടുക്കുവാൻ എന്താണ് ഇപ്പോൾ ഉള്ളത്? ഇല്ല, അന്നത്തെ കാലത്ത് ഞാനിപ്പോൾ സതീഷിൻ്റെ കൂടെ അഭിനയിക്കും. അത് 3 മണിക്ക് 2 മണിക്ക് ബുക്ക് ചെയ്ത നാടകം അവിടെ 4 മണിക്ക് ചെന്നാലും ഒരു കുഴപ്പമില്ല, അപ്പോഴും ജനം സ്വീകരിക്കും. ഒരു കാലം, ഒരു കാലമായിരുന്നു അന്ന്. ഡബിളും ത്രിബിളും ഒക്കെയാണ്, പ്രത്യേകിച്ച് കൊല്ലം. അത് നാടകത്തിനോടുള്ള, നാടകക്കാരനോടുള്ള, അല്ലെങ്കിൽ ആ ഒരു നടനോടുള്ള ഒരു ആരാധനയും നാടകത്തിനോടുള്ള സ്നേഹമാണ്. ഇത് തന്നെയായിരുന്നു രാജൻപീതിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ. രാജൻപീദേവ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഒരു മമ്മൂട്ടി എഫക്റ്റായിരുന്നു ഉണ്ട്. കാരണം കാട്ടുകുതിര കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയമാണ് ഹരിശ്രീയിൽ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ. അപ്പോൾ ആ വർഷം തന്നെ പുള്ളിക്ക് അവാർഡും കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകരണം, അദ്ദേഹത്തിന് കിട്ടുന്നൊരു സ്വീകരണം. മലബാറക്കിൽ പോയി കഴിഞ്ഞാൽ, ഒരു 10 ദിവസത്തെ നാടകത്തിന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും സംഘാടകർ വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ കൊണ്ടുപോകാനായിട്ട്. ഭക്ഷണം പിന്നെ അവരുടെ അത് മലബാറിൽ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ അവരുടെ വീട്ടിൽ. രാത്രിയും ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴോ ഒരു ചാക്ക് നിറയെ ചക്കയും മാങ്ങയും അതുപോലെയുള്ള അങ്ങനെയൊക്കെ നാടകത്തെ സ്നേഹിച്ച് അത്രയുണ്ടായിരുന്നു. ഇന്ന് അത് പോയിട്ട് ഇന്ന് അവിടെ പോയി തിരിഞ്ഞു നോക്കില്ലെന്ന് പറയുന്നു സംഘാടകർ. കാരണം ചെല്ലുക, ബുക്ക് ചെയ്ത നാടകങ്ങളിലേക്ക് കാശ് പിടിക്കുക പോലും. സാറി പറയുന്ന പോലെ പണ്ട് ഈ നാടകക്കാർക്ക് വേണ്ടി പ്രത്യേകം ആഹാരമൊക്കെ തയ്യാറാക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല സാർ. സാറിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. അതുവരെ ഞാൻ സ്റ്റേജിൽ കയറുന്ന ആഗ്രഹമുണ്ടെങ്കിലും എന്നെ കയറ്റിയിട്ടില്ല, ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ കോളേജ് നാടകത്തിൽ അന്ന് അഭിനയിച്ചു തുടങ്ങി. യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നാട്ടിലുള്ള അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ CL ജോസിൻ്റെ ജ്വലനം നാടകം ഭയങ്കര ഹിറ്റായിരുന്നു. അത് അഭിനയിക്കാത്ത ആളുകൾ കേരളത്തിലുണ്ടാവില്ല ആ കാലഘട്ടത്തിൽ, നടന്മാരായാലും നടികളായാലും. ആ നാടകം ഒരു 10-12 സ്റ്റേജ് ഞങ്ങളുടെ ക്ലബ്ബ് അഭിനയിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു മെയിൻ വേഷം ഞാൻ ചെയ്തു. അങ്ങനെ അത് കണ്ടിട്ട് എന്നെ ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു. അത് കൊച്ചിൻ മേഖലയുടെ കുമാരൻ്റെ സ്വപ്നങ്ങൾ. അത് സതീഷ് സംഗമിത്ര കണ്ടിട്ട് എന്നെ സംഗമിത്രയിലേക്ക് വിളിച്ചു. അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമില്ല, കാരണം സംഗമിത്രയൊക്കെ വലിയ സമിതിയാണെന്ന് സതീഷിന് എനിക്കറിയാം. അപ്പം കാരണം അത് വലിയ സമിതിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഒന്ന് അധ്യാപകനാണ് വൈപ്പിൻ ആർട്സ് കോളേജിൽ. അപ്പോൾ ആ ജോലിയുണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് അങ്ങനെ പോകണം. എന്നാലും അപ്പോൾ ബാലനയമ്പള്ളി എന്ന് പറഞ്ഞ മരിച്ചവർ എഴുത്തുകാരൻ, പുള്ളി തന്നെ ആൾ വിട്ട് പറഞ്ഞു, എടാ സതീഷ് വിളിച്ചിട്ട് പോകുന്നില്ല, ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്, സംഗമിത്രയിൽ അഭിനയിക്കുകയാണ് അന്നത്തെ കാലത്ത്. അതിൻ്റെ ഒരു 8ാമത്തെ 9ാമത്തെ നാടകമൊക്കെയാണ് സ്വീകരണം നാടകം. അതിനുശേഷമാണ് പുള്ളി ഇത് കന്യാകുമാരി കടങ്കഥ ഇറക്കുന്നത്. അടുത്ത വർഷമാണ്. അപ്പോൾ ഈ സ്വീകരണത്തിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയി. അങ്ങനെ ബാലൻചേട്ടൻ നിർബന്ധമായിട്ടും ചെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയത്. ആദ്യൊരു പെടിയിലായിരുന്നു. 375 നാടകം. വീട്ടിൽ പോരാൻ നിവൃത്തിയില്ല. മൊത്തം തിരുവനന്തപുരം കൊല്ലം സ്റ്റേ ആണ്. മാസങ്ങളോളം. ഒരു ഏപ്രിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വരുന്നത്. ഡെയിലി 2-3 നാടകമല്ലേ. ഞാൻ പറയില്ല, 375-350 നാടകങ്ങളിലേക്ക് പോകും. കുറേ നേരം വെളുക്കുമ്പോൾ ലോഡ്ജിൽ വരും. ഇല്ലില്ല, ഉടുപ്പി ലോഡ്ജ്, ഇന്നത്തെ ചോള പഴയ ഉടുപ്പി ലോഡ്ജാ. അവിടെ വരും, ഉച്ചയാകുമ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ഉടനെ വണ്ടിക്ക് വരും, വീണ്ടും പോകും. ഉറക്കം തന്നെ ഇല്ല, വണ്ടിയിൽ നിന്നുള്ള ഉറക്കം കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ ആ നാടകം കണ്ടിട്ട് അപ്പോൾ രാജൻ പി ദേവ് അതിനു മുമ്പ് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ രാജൻ പി ദേവ് വിളിച്ചിട്ട് നേരെ ഞാനിപ്പോൾ കന്യാകുമാരി കടങ്കഥയിൽ അഭിനയിക്കേണ്ടതായിരുന്നു.
എനിക്ക് വേണ്ടി വേഷം എഴുതിയതാണ്. അവിടെ എൻ്റെ ഞാനും സതീഷുമായിരുന്നു എൻ്റെ 2 കൂട്ടുകാരാണ്. അപ്പോൾ രാജൻ പി ദേവ് വിളിച്ചപ്പോൾ ഞാൻ നേരെ സതീഷോട് തന്നെ പറഞ്ഞിട്ട് പോയി. എൻ്റെ ആഗ്രഹമുണ്ട് പുള്ളിയുടെ കൂടെ ഒന്ന് അഭിനയിക്കണം. ഇത്രയൊരു ലെജൻഡായിട്ടുള്ള ഒരാൾ. അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും അങ്ങനെ ഹരിശ്രീയിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. സതീഷ് അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ആവശ്യമില്ലാത്തതാണ്, ഈ കൂട്ടുകാരൻ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റി പ്രദീപ് എന്നാക്കി. കാരണം കന്യാകുമാരിയിൽ പോയതും പടം എടുത്തതൊക്കെ ഇയാൾ ചെറുനീര പ്രസാദും ഞാനും സതീഷിൻ്റെ ഭാര്യയും കൂടിയാണ്. കന്യാകുമാരി പോയി എൻ്റെ കുറേ പടങ്ങളൊക്കെ എടുത്ത് ഞാനെടുത്ത സ്റ്റിൽസാണ് ഷോ കാർഡിലേക്ക് ഉള്ളതൊക്കെ. അത്രയ്ക്കൊരു വലിയ മനസ്സിലുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു നല്ലൊരു ബന്ധമായിരുന്നു സതീഷായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അങ്ങനെ ഇത് വന്നപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് ചില വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഡാൻ ചേട്ടന്. അപ്പോൾ വിളിക്കും വാടാ അങ്ങനെ പോവും. ഞാൻ ചോദിച്ചിട്ടില്ല അസിസ്റ്റൻ്റ് ആവണമെന്നോ എന്നെ അസിസ്റ്റൻ്റായിട്ട് അനൗൺസ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി അത് ചെയ്യുമായിരുന്നു. അടുത്ത വർഷം ഞങ്ങൾ ജൂബിലി തുടങ്ങുന്നു. അപ്പോഴും ഞാൻ ചേർത്തല ജൂബിലി ആദ്യത്തെ വർഷം അവിടെ അഭിനയിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഒന്ന് ഒരു നാടകം മാറിനാട്ടൊരു നാടകം പുള്ളിയുടെ പേരിലാണ് ഇവൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇവൻ ചെയ്യുമെന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് ഞാൻ സംവിധായകനായത്. അത് ശരി. അപ്പോൾ ഗുരുസ്ഥാനത്തുള്ളത് രാൻവിദേവാണ്. ആണ്. പിന്നെ ഞാൻ കരോളത്തിൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ രാജൻ പി ദേവിൻ്റെ ഒരു പേര് പറയുമ്പോൾ ഈ രാൻ പി ദേവ് ഒരു നാടകത്തിലൂടെ സിനിമയിലെത്തിയതൊരു വലിയ ഇന്ദ്രജാലം എന്ന സിനിമയിലെ വില്ലൻ വേഷം. പിന്നെ കുറെ കാലം ഒരു രാജൻ പി ദേവ് കാലഘട്ടമാണ് മലയാള സിനിമ. തിലകൻ ചേട്ടൻ, പിന്നെ നെടുമുടി വേണുചേട്ടൻ, മാമുക്കോയ് ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം നാടകത്തിൽ നിന്നാണ് സിനിമയിലെത്തിയത്. സാർ അതിഗംഭീരമായ ശബ്ദത്തിനുടമയാണ്, വേദികളിൽ വിസ്മയം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് സിനിമയിലെത്തിയില്ല? സിനിമയിൽ അന്ന് കുറെ ട്രൈ ചെയ്തു. 2 സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ഞാൻ ഉപഹാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഉടയോനിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറേ കാലത്ത് ഉടയോനിൽ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു. പക്ഷെ അന്ന് ആദ്യത്തെ കാലത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ട് അന്ന് നാടകം വിട്ടു പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് പ്രധാന പ്രശ്നം. അത് ഭയങ്കര വിഷയം. പക്ഷെ രാജൻചേട്ടൻ അതല്ല. രാജൻചേട്ടന് സിനിമയെന്ന് ഭയങ്കര ക്രേസായിരുന്നു. അത് ശരി. ഹരിശ്രീയിൽ വെച്ച് തന്നെ പുള്ളി സിനിമയ്ക്ക് പോയി, എന്നിട്ട് സ്പോട്ടിലൊക്കെ പുള്ളി കാറെടുത്തൊക്കെ വന്ന് അങ്ങനെയൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ആ ഒരു ബുദ്ധി പോയില്ല എന്നുള്ളതാണ്. 2-3 നല്ല ചാൻസുകൾ. ഈ ബുഹാരത്തിന് നല്ല വേഷമായിരുന്നു. റഹ്മാൻ്റെ ഫ്രണ്ടായിട്ട് ഒരു ദിവസം ചെയ്തു തേവരക്കോടയിൽ. അടുത്ത ദിവസം ഞാൻ മുങ്ങി. കാരണം നാടകമുണ്ട് കണ്ടിന്യൂസ്. അത് തന്നെ, യെസ്. അപ്പോൾ അന്നത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ കാരണം സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് കുറേ സീരിയലിൽ ആദ്യത്തെ ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ്റെ സീരിയലൊക്കെ അഭിനയിക്കുമായിരുന്നു. എല്ലാ സീരിയലിലും എന്തെങ്കിലും വിഷം ഉണ്ടാവും. പിന്നെ വന്നത് സൂര്യയിലെ കൺമണി, ബാബു പള്ളാശ്ശേരി എഴുതി, ജയപള്ളാശ്ശേരിയും ഞാനും ആയിരുന്നില്ല. 120 തന്നെ എപ്പിസോഡ് ചെയ്തായിരുന്നു. ഞാൻ അവസാനം അഭിനയിച്ചത് ബാലഗണപതി. അതിൻ്റെ അവസാനത്തെ എപ്പിസോഡ്സിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച്. പിന്നെ ഇടയ്ക്ക് ദൂരദർശന് വേണ്ടി ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് 2-3. ഷോർട്ട് ഫിലിമിൻ്റെ വർക്കിലല്ലേ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12-13 ഷോർട്ട് ഫിലിംസ് 15 ചെയ്തിട്ടുണ്ട്. അത് ചിലത് സ്ക്രിപ്റ്റ്, മിക്കവാറും എല്ലാം സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ്. അതെ അല്ലേ. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ, മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേസ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേസ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.